പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 23-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 56-ാം സങ്കീർത്തനം 9-ാം വാക്യം. സാംസ് 56 വേഴ്സ് 9 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. സ്വർണഗീതം എന്ന തലക്കെട്ടിൽ ചില സങ്കീർത്തനങ്ങൾ നാം സങ്കീർത്തന പുസ്തകത്തിൽ കാണുന്നു. ദാവീദിന്റെ മറ്റൊരു സ്വർണഗീതമാണ് 56-ാം സങ്കീർത്തനം. ദൂരെ മിണ്ടാതിരിക്കുന്ന ദൂരസ്ഥരുടെ അടുത്ത് ഒറ്റയ്ക്കിരിക്കുന്നു എന്നുള്ള രാഗത്തിൽ ദാവീദ് രചിച്ചതാണ്. അതിന്റെ കാരണം, ദാവീദിനെ ഗത്തിൽ വെച്ച് ഫെലിസ്ത്യർ പിടിച്ചു. വളരെ വേദനാജനകമായ അനുഭവം. ആ സമയത്ത് ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷയാണ് ഈ 56-ാം സങ്കീർത്തനം. തന്റെ വേദനയും സങ്കടവും ഒക്കെ പറയുകയാണ്. അതെ, മനുഷ്യർ തന്നെ പിടിച്ച തന്റെ ശത്രുക്കൾ തന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഇതാണ് തന്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന ഒരു അപേക്ഷയുടെ പ്രാർത്ഥനയുടെ ഗീതമാണ് 56-ാം സങ്കീർത്തനം. എല്ലാ വാക്യങ്ങളും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. 9-ാം വാക്യത്തിൽ പറയുകയാണ്, അതെ, ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. എന്താ കാരണം? ദൈവം എനിക്ക് അനുകൂലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ ശത്രു എന്നെ വിട്ട് മാറുകയാണ്, എന്നെ പിടിക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം എനിക്ക് അനുകൂലമാണ്. എന്റെ യുദ്ധ വൈഭവമോ യുദ്ധതന്ത്രങ്ങളോ ആയോധന കലയുടെ മേന്മയോ ഒന്നുമല്ല ശത്രുക്കൾ എന്നിൽ നിന്ന് മാറിപ്പോകുന്നത്. മറിച്ച് ദൈവം എനിക്ക് അനുകൂലമാണ്. താഴോട്ടുള്ള വാക്യങ്ങളിൽ ദാവീദ് ഈ സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? അതെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദാവീദിന്റെ ഇതേ അവസ്ഥയിൽ നമ്മിൽ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഒറ്റപ്പെട്ട് വല്ലാതെ പകച്ച് ബുദ്ധിമുട്ടിലായി, പ്രതിരോധത്തിലായി, ഏകാന്തതയുടെ അനുഭവത്തിൽ കടന്നുപോയിട്ടുണ്ട്. ചുറ്റും നിൽക്കുന്നവർ വല്ലാതെ നമ്മെ ബുദ്ധിമുട്ടിക്കുകയും നമ്മെ വിഴുങ്ങുവാൻ വേണ്ടി വളരെ ശ്രമിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ എന്നെയും നിങ്ങളെയും ആ അവസ്ഥയിൽ നിന്ന് വിടുവിച്ചത് ആരാണ്? നമ്മുടെ പ്രിയപ്പെട്ടവരോ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആരെങ്കിലും ആണോ? അല്ല പ്രിയമുള്ളവരെ. ഇന്ന് ഞാനും നിങ്ങളും ഈ നിലയിലാകുവാൻ കാരണം സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ നിലവിളി കേട്ട് നമ്മെ വിടുവിച്ച ഒരു ദൈവം, നമ്മുടെ സങ്കടം മനസ്സിലാക്കി ശത്രുവിന്റെ കയ്യിൽ നിന്നും നമുക്ക് വിമോചനം നൽകിയ ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാം, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്നെ വിടുവിക്കുന്ന ഒരു ദൈവം, എന്റെ ശത്രുക്കൾ എന്നെ വിട്ടു പോകത്തക്കവണ്ണം ഇടപെടുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ
വിവിധങ്ങളായിട്ടുള്ള വിഷയത്തിൽ ഭാരപ്പെട്ട് മനം നൊന്ത് സങ്കടത്തോടും കണ്ണുനീരോടും എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിൽ വന്ന വീഴ്ചയായിരിക്കാം, തകർച്ചയായിരിക്കാം, കൂടെ നിന്നവർ നിങ്ങളെ ചതിച്ചതായിരിക്കാം, അല്ല ജോലി വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റിയവർ നിങ്ങളെ ഒരു വിധത്തിൽ ഉയരാതെ വണ്ണം തകർത്തെറിഞ്ഞതാകാം, കടബാധ്യതയാകാം, ചില ആരോഗ്യ പ്രയാസങ്ങളാകാം, ഹോസ്പിറ്റലിൽ നിന്ന് വന്ന റിസൾട്ട് നിങ്ങൾക്ക് വളരെ വേദന ഉളവാക്കുന്നതാകാം, ദൂരെയുള്ള കുഞ്ഞുങ്ങളുടെ ഫോൺ കോൾ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതായിരിക്കാം, കുടുംബത്തിൽ നേരിട്ട വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം നിങ്ങളെ വേദനിപ്പിച്ചിരിക്കാം, നിങ്ങളുടെ ജോലിയിൽ നേരിട്ട വളരെ പ്രതികൂലമായ അനുഭവം നിങ്ങളെ പല വിധങ്ങളിൽ തകർത്തിരിക്കാം. ഇങ്ങനെ നിരവധി അനവധി വിഷയത്താൽ വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ട് വേദനയോടെ ഈ രാവിലെ ആരെങ്കിലും ദൈവവചനം കേൾക്കുന്നോ? പ്രിയ മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, എന്റെ യുവജന സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിഷയം ഞാൻ മേൽ പ്രസ്താവിച്ചതോ അല്ലാത്തതോ അതിലും ഭീകരമോ എന്തും ഏതുമായിക്കൊള്ളട്ടെ, ഏതു വിഷയത്തിനും നിങ്ങൾക്ക് ഒരു പരിപൂർണ വിടുതൽ തരുവാൻ നാം വിളിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം മതിയായവനാ. കാരണം ദാവീദ് പറയുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുവാൻ തുടങ്ങിക്കഴിഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, എന്റെ സഹഭൃത്യന്മാരുടെയോ ഭടന്മാരുടെയോ യുദ്ധത്തിലുള്ള നിപുണതയല്ല, മറിച്ച് ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. അതെ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം അനുകൂലമായി നിൽക്കട്ടെ. ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കട്ടെ. നിങ്ങളുടെ പ്രശ്നത്തിൽ, നിങ്ങളുടെ ഭാരത്തിൽ, നിങ്ങളുടെ നിയമക്കുരുക്കുകളിൽ, നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിപരമായ, കുടുംബപരമായ, സാമ്പത്തികമായ വിഷയങ്ങളിൽ തമ്പുരാൻ കൂടെ നിൽക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ദാവീദിനെ പോലെ ഒറ്റപ്പെട്ട് കഴിയുകയാണോ? നോക്കുമ്പോൾ വീട്ടിലെല്ലാവരുമുണ്ട്, ജോലിയിൽ എല്ലാവരുമുണ്ട്, സുഹൃത്ത് വലയങ്ങൾ ഒത്തിരിയാണ്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ഹൃദയംഗമായി നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, അതെ, നിങ്ങൾ ഈ 56-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് വായിച്ചിട്ട് ഈ സങ്കീർത്തനം വായിക്കണം. നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ അതിനുള്ള സൊല്യൂഷനും പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അതെ, ഇന്ന് പകൽ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങൾ കടന്നു പോകുന്ന എത്ര കല്ലും മുള്ളും നിറഞ്ഞ ജീവിതത്തിന്റെ പ്രതികൂലമേറിയ അനുഭവത്തിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. നിങ്ങളെ നടത്തട്ടെ, നിങ്ങളുടെ വേദനകളെ ഏറ്റെടുക്കട്ടെ, നിങ്ങളുടെ ശത്രു പിന്തിരിയട്ടെ. എത്ര വലിയ ശത്രുവായിക്കൊള്ളട്ടെ, നിങ്ങൾക്കെതിരെ എത്ര വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊള്ളട്ടെ, എന്നാൽ ആ ശത്രു നിങ്ങളെ വിട്ട് ഓടിപ്പോകുവാൻ തക്കവണ്ണം തമ്പുരാൻ നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയ ദൈവജനമേ, ഈ ദൈവകരങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഭാരങ്ങളും ദൈവസന്നിധിയിൽ ദാവീദ് കഴിച്ചതുപോലെ പ്രാർത്ഥനയോടെ അർപ്പിക്കുക. തമ്പുരാൻ അനുകൂലമായി വരുമ്പോൾ നിങ്ങളുടെ ശത്രു നിങ്ങളെ വിട്ട് ഓടിപ്പോകുകയും നിങ്ങൾ വിജയശ്രീലാളിതരായി അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ ഇടയാക്കുകയും ചെയ്യും. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി ആയിരിക്കുന്നിടങ്ങളിൽ സന്തോഷത്തോടെ പരിപാലിക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, ഹൃദയങ്ങളെ ഒരുക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിൽ ഒരു ദിനം കൂടെ കൂട്ടിച്ചേർത്തതിനായി സ്തോത്രം. ഇന്നത്തെ ദിനം അവിടുത്തെ കൃപാ സാന്നിധ്യം, കരുതൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ കേട്ട ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങൾ വിഷമിക്കുന്ന, ഭാരപ്പെടുന്ന, സങ്കടപ്പെടുന്ന ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ അങ്ങയോട് അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ പിന്തിരിയുമെന്നും ഞങ്ങളുടെ ശത്രുക്കൾ പിന്തിരിയുന്നതിലൂടെ അവിടുന്ന് ഞങ്ങളോട്
അടുത്തിരിക്കുന്നവനാണെന്നും ഞങ്ങളുടെ ഏത് പ്രതികൂലത്തെയും മാറ്റി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ കരുതുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ ഇന്ന് ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. പലവിധ ഭാരങ്ങളിലും സങ്കടങ്ങളിലും വിഷമത്തിലും കൂടെ കടന്നു പോകുന്ന നിന്റെ മക്കളോട് കരുണ തോന്നണമേ. ദാവീദിനോട് കൂടെ ഇരുന്നത് പോലെ ഈ നിന്റെ കുഞ്ഞുങ്ങളോടും കൂടെ ഇരിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ശത്രു ചിതറി ഓടിപ്പോകുന്ന ദിനവുമാക്കി തീർത്ത് ദൈവകൃപയോടെ ഞങ്ങളെ ഏവരെയും പരിപാലിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നാം കേട്ടതുപോലെ നമ്മുടെ എല്ലാ പ്രശ്നവും പറയുവാൻ ഒരിടമുണ്ട്, കേൾക്കുവാൻ ഒരാളുണ്ട്. ആ തമ്പുരാനോട് പറയുക, നിശ്ചയമായും നമ്മളോട് കൂടെ ഇരുന്ന് നമ്മുടെ ശത്രുവിനെ തുരത്തി ഓടിച്ച് വിജയവും അനുഗ്രഹവും നൽകി തരും. അങ്ങനെ ജീവജലത്തിന്റെ പ്രേക്ഷകരായ നിങ്ങളേവരെയും സർവശക്തനായ ദൈവം കൂടെ ഇരുന്ന് വിടുവിച്ച് അനുഗ്രഹത്തോടെ നടത്തട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.